അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആണ് എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. അല്ലാഹു തആലയെ നാം ഏറെ സ്നേഹിച്ചാൽ പിന്നീട് സംഭവിക്കുന്നത് എന്താ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദഅ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു, ഇന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോൾ അല്ലാഹു തആലയുടെ ഇഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല ചെയ്യുന്നത് എന്താ? ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയും, ഇന്നയാളെ എനിക്ക് ഇഷ്ടമാണ്, ഫാഹിബ്ബഹു, അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണം. ജിബ്രീൽ അലൈഹിസ്സലാം പിന്നീട് ആകാശ ലോകത്ത് വന്നുകൊണ്ട് വിളിച്ചു പറയും, ഇന്നല്ലാഹ അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബുഹു, തീർച്ചയായും അല്ലാഹു തആല ഇന്നയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് മലായിക്കത്തുകളെ നിങ്ങൾ എല്ലാവരും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്ത് വന്നുകൊണ്ട് മലക്കുകളോട് പറയുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ അല്ലാഹു തആലയും ഇഷ്ടപ്പെടും, ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെടും എന്നല്ല, എല്ലാ മലക്കുകളും ഈ മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണ്. അല്ലാഹു തആല നൽകിയേക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന അംഗീകാരം ചിന്തിച്ചു നോക്കൂ. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളോട് പറയും, മലക്കുകൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിദ്ദുനിയ സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർള്, പിന്നീട് ഭൂമി ലോകത്ത് ഈ മനുഷ്യനിക്ക് അംഗീകാരം കിട്ടുകയാണ്. എങ്ങനെ? മലക്കുകൾ ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഓരോ മനുഷ്യന്റെ അടുക്കലേക്കും നിരവധി മലക്കുകളെ അല്ലാഹു തആല പറഞ്ഞയക്കുന്നുണ്ട് ഓരോ ദിവസവും, രാവും പകലും. പകലിൽ വേറെ മലക്കുകൾ, രാവിൽ വേറെ മലക്കുകൾ, രാത്രിയായി കഴിഞ്ഞാൽ വേറെ മലക്കുകൾ. ഇങ്ങനെ അല്ലാഹു തആല നിരവധി മലക്കുകളെ വാനലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് അയക്കുന്നുണ്ട്. അവർ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അള്ളാഹുവും ജിബ്രീൽ അലൈഹിസ്സലാമും അതുപോലെ തന്നെ മലക്കുകളും ഇഷ്ടപ്പെട്ടേക്കുന്നതായ ആ വ്യക്തിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർള്, പിന്നീട് ഈ വ്യക്തിക്ക് ഭൂമി ലോകത്ത് അംഗീകാരം ഉണ്ടാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നോക്കൂ, ആകാശവും ഭൂമിയും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിനിടയിലുള്ള ആകാശഭൂമികളുടെ ബന്ധമാണ് നാം ഈ ഹദീസിലൂടെ മനസ്സിലാക്കേണ്ടത്. സ്നേഹത്തിലുള്ള ആകാശഭൂമികളുടെ കണക്ഷനാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹുവും അവന്റെ മലക്കുകളും ഇഷ്ടപ്പെട്ട അടിമകളോട് നമ്മുടെ മനസ്സിൽ വെറുപ്പ് ആണ് എങ്കിൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ കാര്യമാണ്. അള്ളാഹുവും മലക്കുകളും ഇഷ്ടപ്പെടുന്ന വ്യക്തികളോട് നമുക്ക് സ്നേഹവും ഇഷ്ടവും ആണ് എങ്കിൽ അത് നന്മയുടെ ഭാഗമാണ്. റഹ്മത്തിന്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യം നമ്മുടെ അടുക്കലുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനികളെ. അതുകൊണ്ട് ഭൂമി ലോകത്ത് നമുക്ക് അംഗീകാരം ഉണ്ടാകണമെങ്കിൽ, വാനലോകത്ത് നമുക്ക് അംഗീകാരം ഉണ്ടാകണമെങ്കിൽ അല്ലാഹു തആലയെ ഇഷ്ടപ്പെടാൻ നാം തയ്യാറാവുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ കൊണ്ടുവരാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുന്ന നല്ല അടിമകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.